ആ, ഇന്ത്യ പാകിസ്ഥാനെ ഒന്ന് തൊട്ട് നോവിച്ചാൽ ഇന്ത്യയുടെ തെക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, അതായത് ഇന്ത്യയുടെ 7ഓളം സംസ്ഥാനങ്ങൾ തങ്ങൾ പിടിച്ചെടുക്കുമെന്നാണ് മുഹമ്മദ് യൂനസ് പ്രധാനമന്ത്രിയായിരിക്കുന്ന ബംഗ്ലാദേശ് ഭീഷണി മുഴക്കിയത്. പ്രശാന്ത് സാർ, നമുക്കറിയാം ഷെയ്ഖ് ഹസീനയുടെ പലായനം, മുഹമ്മദ് യൂനസിന്റെ ബംഗ്ലാദേശിൽ അധികാരമേറ്റ സാഹചര്യം, ബംഗ്ലാദേശിൽ തന്നെ എന്ത് സംഭവിക്കും എന്ന് അവർക്ക് തന്നെ യാതൊരു പിടിയുമില്ലാതെ നീങ്ങുന്ന അവരുടെ ആഭ്യന്തര കലഹം, രാഷ്ട്രീയപരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ. മുഹമ്മദ് യൂനസ് ഇങ്ങനെ ഇരുന്ന് പോകുകയാണ്. ആ ഒരു സമയത്താണ് ഇന്ത്യ പാക് സംഘർഷം നടക്കുന്നത്. ഇതിന്റെ ഒക്കെ ഇടയിൽ സ്വന്തം രാജ്യത്തെ പ്രശ്നങ്ങളൊക്കെ ഇട്ടെറിഞ്ഞ് മുഹമ്മദ് യൂനസ് വെല്ലുവിളിച്ചു ഇന്ത്യയെ, നിങ്ങൾ പാകിസ്ഥാനെ എങ്ങാനും ഒന്ന് തൊട്ടാൽ കാണിച്ചു തരാമെന്ന്. എവിടെ ബംഗ്ലാദേശ്, എവിടെ എന്നതാണ് ചോദ്യം, പ്രശാന്ത് സർ. മുഹമ്മദ് യൂനിസ് അല്ല വെല്ലുവിളിച്ചത്. നമ്മൾ കണ്ട ഒരു മുൻ റിട്ടയർഡ് മേജർ ജനറൽ അഫ്ഗാനിസ്ഥാന്റെ പേരെന്ന് പറഞ്ഞാല് ഈ ഫസ്ലൂർ റഹ്മാൻ. നമ്മൾ കണ്ടിട്ടില്ലേ? അന്ന് ഇന്റർനാഷണൽ രീതിയിലൊക്കെ മാധ്യമങ്ങളിലൊക്കെ വന്നാണ് ഈ പന്നിയലിയുടെ മീശ പോലെ മീശയൊക്കെ വെച്ച് ഒരുത്തൻ. അവനാ പറഞ്ഞത്, പാകിസ്ഥാനെ തൊട്ടാൽ ഉടനെ നമുക്ക് പാകിസ്ഥാന് വേണ്ടി ആ സമയം നോക്കി നമുക്ക് യുദ്ധം ചെയ്യണം, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെല്ലാം നമുക്ക് പിടിച്ചെടുക്കണം. ഇപ്പൊ ഇവന്മാർ എവിടെ പോയെന്നറിയത്തില്ല. ഈ ബംഗ്ലാദേശ് ഉണ്ടോ? അല്ല, ഒരു അനക്കവുമില്ല. നേരത്തെ എന്തൊരു വേറെ ഹസീനെ പുറത്താക്കിയതിനു ശേഷം എന്തെല്ലാമായിരുന്നു. രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും അവിടെ ആലം എന്ന് പറയുന്ന ഒരുത്തൻ ഉപദേഷ്ടാവ് ഉണ്ടായിരുന്നു. അവൻ ഇറങ്ങുന്നു, അവൻ അവിടെ പടം വരയ്ക്കുന്നു, മാപ്പ് വരയ്ക്കുന്നു, ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളെ കൂട്ടിച്ചേർക്കുന്നു, പശ്ചിമ ബംഗാൾ ഞങ്ങളുടെ അവിഭാജ്യ ഘടകമാണെന്ന് പറയുന്നു. ഇപ്പം യുദ്ധം അങ്ങോട്ട് തുടങ്ങി ശേഷം പ്രസ്താവന കൊടുക്കാൻ രണ്ട് രാജ്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ, തുർക്കിയും അസർബൈജാനും ഒക്കെ. ഇവന് ഇന്ത്യക്കെതിരെ ഒരു പ്രസ്താവന കൊടുക്കാൻ പോലും ഈ പറയുന്ന യൂനസും അവന്റെ കുറെ ആൾക്കാർ, യാലം എന്ന് പറയുന്ന ഒരു ചെറുക്കനും പിന്നെ ഈ പറയുന്ന ഒരു റിട്ടയർഡ് മേജർ ജനറൽ, ഇയാൾക്കിപ്പോ അവിടെ വേറെ പല ഉത്തരവാദിത്തങ്ങളൊക്കെ. ഇയാള് ഈ പറയുന്നത് പോലെ ഈ യൂനസിന്റെ ഉപദേഷ്ടാക്കന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ്. അത് കോടതിയുടെയും മറ്റും ചാർജുകളൊക്കെ ഇദ്ദേഹത്തിനുണ്ട്. അപ്പൊ അയാൾ അതുകൊണ്ടാ പറഞ്ഞത് തീരുമാനങ്ങൾ എടുത്ത്, കാരണം നേരത്തെ മേജർ ജനറൽ ആയിട്ടൊക്കെ ഇരുന്ന ആളല്ലേ, അതുകൊണ്ട് തീരുമാനങ്ങൾ എടുത്തു പറയുന്ന ഒരവസ്ഥ നമ്മൾ ഇടയ്ക്ക് വെച്ച് കണ്ടതാണ്. പ്രശ്നങ്ങൾ ഓരോ ദിവസവും ഈ പറയുന്ന യൂനസ് എന്ന് പറയുന്ന ആൾ ഇന്ത്യക്കെതിരെ നീങ്ങിയപ്പോൾ, അല്ലെങ്കിൽ അവിടെ ജനാധിപത്യ സംവിധാനത്തിൽ നിന്നൊരു രാജ്യത്തെ അട്ടിമറിച്ചതിന് ശേഷം ആരുടെയൊക്കെ അന്ന് ഇരുന്ന അമേരിക്കയുടെയും അല്ലെങ്കിൽ ചൈനയുടെയും ഒക്കെയാണ്, ആരുടെയൊക്കെയോ സപ്പോർട്ടോട് കൂടിയാണല്ലോ അവിടെ ഒരു ഗവൺമെന്റിനെ അട്ടിമറിച്ചിട്ട് യൂനസ് എന്ന് പറയുന്ന ആൾ വന്നു. യൂനസ് വന്നു കഴിഞ്ഞപ്പോഴത്തേന് എന്തുവായിരുന്നു, പാകിസ്ഥാൻ അങ്ങോട്ടങ്ങ് വ്യാപിക്കുമല്ലായിരുന്നു. പാകിസ്ഥാൻ അങ്ങോട്ട് വ്യാപിക്കുന്നു, ISI ഇടപെടുന്നു, പാകിസ്ഥാനിലെ ടെററിസ്റ്റ് ഗ്രൂപ്പുകളുടെ എല്ലാം പുതിയ പുതിയ യൂണിറ്റുകൾ അവിടെ ഉണ്ടാകുന്നു. അവിടുത്തെ അതിർത്തിയുള്ള മദ്രസകളിൽ പിള്ളേരെ മദ്രസയിൽ വെച്ച് തീവ്രവാദികളെ പരിശീലിപ്പിക്കുന്നു, ഇന്ത്യക്കെതിരെ അടിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം നടത്തുന്നു. അപ്പോൾ അടിക്കടി അതിനകത്ത് പ്രശ്നങ്ങൾ നടന്നപ്പോൾ, അല്ലെങ്കിൽ ആഭ്യന്തര വിഷയം നടന്നപ്പോൾ, അരക്കൻ ആർമി കയറിയപ്പോൾ ഒക്കെ ഇന്ത്യ നിലപാടെടുത്തപ്പോൾ ചൈനയിൽ പോയതറിയാമല്ലോ. ചൈനയിൽ പോയിട്ട് ആ ചിക്കൻ നെക്ക് അങ്ങ് പിടിച്ചോണേ, ഞങ്ങൾ ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾക്കകത്ത് അധികാരം നിങ്ങൾക്ക് തന്നോളാം, അവിടെ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തണേ. അന്നാണ് നമ്മൾ നീക്കങ്ങൾ നടത്തിയത്. ഈ ഒരു പറച്ചിൽ ഈ പറയുന്ന റിട്ടയർഡ് മേജർ ജനറലാണ് ഔദ്യോഗികമായിട്ട് പറഞ്ഞത്. അവിടെ പോയി സംസാരിച്ച കാര്യത്തിനകത്തുള്ള നീക്കങ്ങൾ ഈ ചിക്കൻ നെക്കിന് അടുത്തൊരു യുദ്ധം അല്ലെങ്കിൽ ഒരു വ്യോമസേനയുടെ ബേസ് കൊടുക്കാമെന്നും, അപ്പോൾ അവിടെ അങ്ങനെ ഒരു ബേസ് വന്നാൽ ഇന്ത്യക്ക് ത്രട്ടാവുമെന്നും കണ്ട് ഇന്ത്യ ആ അവസരത്തിൽ തന്നെ ആ പ്രദേശത്തേക്ക് സൈനിക നീക്കം നടത്തുകയും അല്ലെങ്കിൽ കൂടുതൽ പ്രതിരോധത്തിൽ സംവിധാനങ്ങൾ അവിടെ ഏർപ്പെടുത്തുകയൊക്കെ ചെയ്തു. ഇപ്പം പാകിസ്ഥാനെ അടിച്ചല്ലോ, പാകിസ്ഥാനെ അടിച്ച് അവന്റെ അണ്ണാക്കി കയറ്റി, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ. എന്നിട്ട് എന്ത് ചെയ്യും? ഇവൻ ഒരു പ്രസ്താവന ഇറക്കാൻ അവന്മാരില്ലല്ലോ. രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കോ കാര്യം പറയുന്നവന്മാരാണല്ലോ. ഒരു കാര്യത്തിനും ഇല്ലല്ലോ. ഒരു കാര്യം നമ്മൾക്ക് ഉറപ്പായി, ഇപ്പോഴാണ് ഇവനെന്നല്ല ലോകത്തിന് മുഴുവൻ മനസ്സിലായത് ഇന്ത്യ എന്താണെന്ന്. വളരെ മര്യാദയ്ക്കുള്ള ഒരു രാജ്യമാണ്. ആരോടും, ഈ പറയുന്ന പാകിസ്ഥാനോട് പോലും അല്ലെങ്കിൽ ഒരു രാജ്യത്തോടു കൂടും നമുക്ക് നിരന്തരമായിട്ട് ശത്രുത ഉണ്ടായിരുന്നില്ല. നമ്മളെ നിരന്തരമായിട്ട് ഉപദ്രവിച്ചു കൊണ്ടിരുന്ന ഒരു രാജ്യമായിട്ട് മാറിയ പാകിസ്ഥാന് അങ്ങനെ മാറിയ ഒരു രാജ്യമാണെന്ന് ഇന്ത്യയിൽ ഉടനീളം ഉള്ളവർക്ക് വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഇപ്പം ഇന്ത്യക്കെതിരെ നീങ്ങുന്ന രാജ്യങ്ങൾക്കെതിരെ ഇന്ത്യക്ക് അകത്തു നിന്ന് വളരെ കൃത്യമായ പ്രതിഷേധം ഉണ്ടാകുന്നത്. പക്ഷെ ഇത് ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ചില കാര്യങ്ങൾ നടക്കുന്നത് നല്ലതാണ്. നമ്മളുടെ 10-26
സഹോദരങ്ങൾ മരിച്ചുപോയി, അല്ലെങ്കിൽ അതൊരിക്കലും സഹിക്കാൻ പറ്റുന്നതല്ല. ആ കുടുംബത്തിന് ഉണ്ടായതും നമുക്കുണ്ടായതുമായിട്ടുള്ള ഒരു നഷ്ടം വലിയ കാര്യം തന്നെയാണ്. പക്ഷേ ഇതിനുശേഷം പാകിസ്ഥാനെ തിരിച്ചടിക്കുകയും പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം അടുത്ത കാലത്തെങ്ങും തിരിച്ച് ഇപ്പം നിൽക്കുന്ന പാകിസ്ഥാൻ ആകുന്ന ഒരവസ്ഥ ഇല്ലാതെ വരികയും ഒക്കെ ചെയ്യുമ്പോൾ ലോകം മൊത്തവും ഇന്ത്യയോട് കളിച്ചാൽ സംഭവിക്കുന്ന കാര്യങ്ങളെ പറ്റി വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ഇന്ത്യയുടെ ശക്തി മനസ്സിലാക്കുകയും സൈനിക ശക്തി മനസ്സിലാക്കുകയും നമ്മുടെ പ്രതിരോധ സംവിധാനത്തിന്റെ ശക്തി മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഈ പറയുന്ന ഈ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം ഉണ്ടല്ലോ, ഇതുപോലെ ചെറിയ ഈ ഓമയ്ക്കാട് ആവശ്യമുള്ള രാജ്യങ്ങളുണ്ട് നമ്മുടെ ഇവിടെ. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒന്ന് ശ്രീലങ്ക, പിന്നെ ഈ പറയുന്ന പോലെ മാലിദ്വീപ്, നേപ്പാള്, ഇടയ്ക്കിടയ്ക്ക് ചൈനക്കാരന്റെയും അല്ലെങ്കിൽ മറ്റവന്റെയും മറിച്ചവന്റെയും ഒക്കെ എന്തെങ്കിലും അച്ചാരം മേടിച്ചിട്ട് അല്ലെങ്കിൽ ഭക്ഷണം മേടിച്ചിട്ട് നിങ്ങൾ അങ്ങനെ നിൽക്കണെന്ന് പറഞ്ഞ് ഇന്ത്യക്കെതിരെ നീക്കം നടത്താൻ അറിയാം. മാലിദ്വീപ് കൊണ്ട് നടത്തി അറിയാമല്ലോ. മാലിദ്വീപ് വന്ന് ഇവിടെ വന്ന് തൊഴുത് പറഞ്ഞ് പിന്നെ 10 28 അവരുടെ ഈ പറയുന്ന ദ്വീപുകൾ ഇപ്പൊ നമ്മളാ കൈകാര്യം ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്താൽ മതിയേ. ഇപ്പൊ ശ്രീലങ്കയുടെ അവസ്ഥ അറിയാമല്ലോ. ശ്രീലങ്ക പണ്ട് ചൊറിഞ്ഞുകൊണ്ട് വന്നിട്ട് അവിടെ ഭരിച്ചവന്റെ ഓടി അവൻ വയറിളകി അവന്റെ കൊട്ടാരവും പിടിച്ചെടുത്ത് അവന്റെ ഉടുപ്പ് ഊരി ജെട്ടിപ്പുറത്ത് നിർത്തിയ കാര്യമൊക്കെ അറിയാമല്ലോ ജനങ്ങൾ. അപ്പൊ ആ രീതിയിൽ ഇന്ത്യക്കെതിരെ കളിച്ചു കഴിഞ്ഞാൽ അന്ന് ഇന്ത്യ ഈ പറയുന്ന പോലെ നയതന്ത്ര ഓപ്പറേഷൻ അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ കളിക്കുന്ന രാജ്യങ്ങൾക്ക് ഓരോന്ന് സംഭവിക്കുന്നുണ്ട്. ഏറ്റവും വലിയ രാജ്യങ്ങൾക്കും ചെറുതായി. അപ്പൊ ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ക്രിമികടി വരുമായിരുന്നു. ക്രിമികടിക്ക് ഈ ഒരു അറ്റാക്കും അല്ലെ പാകിസ്ഥാന് സംഭവിച്ചത് കാരണം ക്രിമികടിക്ക് ഞങ്ങളുണ്ട്, ഞങ്ങളെല്ലാം സാധിക്കാം, ഞങ്ങളുടെ കൂടെ നിന്നാ മതി, നമുക്ക് ഒന്നിച്ച് നടത്താം എന്നൊക്കെ പറഞ്ഞ് ക്രിമികടി കൂടുതലുള്ള അല്ലെങ്കിൽ ക്രിമികടിക്കാരുടെ രാജാവായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന പാകിസ്ഥാന്റെ അവസ്ഥ ഇപ്പൊ കണ്ടപ്പോൾ ഇനി ക്രിമികടി വരാൻ സാധ്യത അല്ലെങ്കിൽ ചുമ്മാതെ നിന്നങ്ങ് വെല്ലുവിളിക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, ആ അവസ്ഥയ്ക്ക് ഒരു കുറവ് സംഭവിക്കാന്നുള്ളതാണ്. ഇവനിപ്പോ ചിക്കൻ നെക്കും വേണ്ട, ചിക്കൻ ഹെഡും വേണ്ട, ഒന്നും വേണ്ട, വടക്കിഴക്കൻ സംസ്ഥാനവും വേണ്ട, ഒരു കാര്യവും ഇല്ലാതെ എങ്ങോട്ട് പോയെന്നറിയത്തില്ല. ഇവനൊക്കെ പോയിടത്തിപ്പം പുല്ല് വിളിക്കാത്ത അവസ്ഥയാണ്. ഏതായാലും മര്യാദക്കിരുന്നാൽ മര്യാദയ്ക്ക് സംസാരിച്ചാൽ അവനൊക്കെ കൊള്ളാം. ഇന്ത്യ മഹാരാജ്യം പോലെ ഒരു രാജ്യം എങ്ങനെയുള്ള രാജ്യമാണ്, ഇപ്പൊ അത് എങ്ങനെയാണ് അതിന്റെ ശേഷി, അതിന് സൈനികമായിട്ടായാലും പ്രതിരോധ സംവിധാനത്തിലായാലും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടായാലും ഒക്കെ എങ്ങനെയാണെന്ന് ഏകദേശം ഒന്ന് മനസ്സിലാകും. ഒന്നും വേണ്ട, പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഒന്ന് വിളിച്ചു ചോദിച്ചാൽ മതി, കാര്യങ്ങൾ മനസ്സിലാകും. അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെയുള്ള ഇന്റർനാഷണൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ചുമ്മാതെ ഒന്ന് മറിച്ചു നോക്കിയാൽ യൂനസിനും ഈ പന്നിലയുടെ മുഖമുള്ളവനും ഒക്കെ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പൊ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അനുസരിച്ച് ഇനിയും ചിക്കൻ നെക്കും വടക്കിഴക്കൻ സംസ്ഥാനത്തിന്റെ കാര്യമൊക്കെ സംസാരിച്ച് ഇങ്ങോട്ട് വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഇത് എല്ലാവർക്കും ഒരു താക്കീതാണ്. ഇന്ത്യ അങ്ങോട്ട് കയറി ഒന്നിനും പോകത്തില്ല. നമുക്ക് സമാധാനം തന്നെയാണ് താല്പര്യം. ആ സമാധാനം താല്പര്യമില്ലാതെ ഇന്ത്യയെ കയറി അങ്ങ് ചൊറിഞ്ഞേക്കാമെന്ന് വിചാരിച്ചാൽ ഇന്ത്യ കയറി മാന്തും. അതിന് ശേഷിയുള്ള രാജ്യങ്ങൾ ഇന്ന് ലോക രാജ്യങ്ങൾ പോലും വിരളമാണ്. ഒരു പക്ഷെ ചൈനയ്ക്ക് പോലും ഇന്ത്യയോട് ഏറ്റുമുട്ടി വിജയിച്ചു പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇന്നില്ല എന്നാണ് അവർ യുദ്ധക്കോപ്പുകൾ ഉപയോഗിച്ചതിന് ശേഷം ഈ നമുക്ക് മനസ്സിലാവുന്നത്. ചൈനയ്ക്ക് മനസ്സിലാവും. ചൈന പിന്നെ ഡ്യൂപ്ലിക്കേറ്റേ കൊടുക്കത്തുള്ളൂ, ഒറിജിനൽ അവന്റെ കൈ വെച്ചേക്കും. ഇപ്പൊ ഏറ്റവും അവസാനം വന്നിരിക്കുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ ബ്രഹ്മോസിന് ആള് ക്യൂ നിൽക്കുന്നു. നേരത്തെ തന്നെ ബ്രഹ്മോസിന് ഈ നമ്മളുടെ അടുത്ത് പല രാജ്യങ്ങളും ആവശ്യപ്പെടുകയും നമ്മൾ കരാറിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്തതാണ്. ഇപ്പോൾ ബ്രഹ്മോസിന്റെ ഒരു പ്രൊമോഷൻ ആയിട്ട് വന്നിട്ടുണ്ട് ഈ യുദ്ധം. ബ്രഹ്മോസിന് ആവശ്യക്കാർ വലിപ്പത്തിൽ കൂടിയിരിക്കുന്നു. അപ്പം ബ്രഹ്മോസിന്റെ ഉൽപാദനത്തിന്റെ യൂണിറ്റുകൾ വർദ്ധിപ്പിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പൊ പോകുന്നതെന്ന് തോന്നുന്നു. കഴിഞ്ഞ ദിവസം UP നമ്മള് പുതിയൊരു യൂണിറ്റ് ഒക്കെ അല്ലെങ്കിൽ 5ാം തലമുറയൊക്കെ നിർമ്മിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ യുദ്ധക്കോപ്പുകൾ വാങ്ങാൻ ഉള്ള ആളുകൾ കൂടുന്നു. കാരണം ഇത്രയും കൃത്യതയും അല്ലെങ്കിൽ ശേഷിയുമുള്ള യുദ്ധക്കോപ്പുകൾ ഒരുപക്ഷെ ഇനിയിപ്പം ഇന്ത്യയിൽ തന്നെ ആയിരിക്കുമെന്നാണ് ലോക രാജ്യങ്ങൾ വിചാരിക്കുന്നത്. ഇന്ത്യക്ക് ഈ യുദ്ധം ഇന്ത്യയുടെ വലിപ്പം കൂട്ടുന്നതിനും ലോകത്തെ ഇന്ത്യ എന്താണെന്ന് അറിയിക്കുന്നതിനും സാധിച്ചു എന്നാണ് നമുക്ക് മനസ്സിലായത്. പാകിസ്ഥാന് ഇന്ത്യയോട് ഇനിയും തൊട്ടാൽ അല്ലെങ്കിൽ ഇന്ത്യ എന്താണെന്ന് ഇതുവരെ ചൊറിഞ്ഞും മാന്തിയൊക്കെ ഇരുന്നാണ് എന്താണ് ഒരടി കിട്ടി മനസ്സിലാക്കുന്ന ഒരു അവസ്ഥയാണ്. അതിന്റെ കൂടെ പാകിസ്ഥാനെ സഹായിച്ചിട്ടുള്ള രാജ്യങ്ങൾക്കും ലോക രാജ്യങ്ങൾക്കും ഒക്കെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ
കഴിവും ശേഷിയും ഒക്കെ വിളിച്ചോതുന്ന രീതിയിലേക്കുള്ള ഒരു യുദ്ധമായിരുന്നു 4 ദിവസം കൊണ്ട് ലോകത്ത് റഷ്യ ഉൾപ്പെടെയുള്ളവർക്ക് അവരുടെ യുദ്ധം തീർക്കുക. ഒരാഴ്ച കൊണ്ട് യുദ്ധം ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചിരുന്ന ലോകശക്തിയായിട്ടുള്ള റഷ്യക്ക് ഇതുവരെ യുദ്ധം നിർത്താൻ സാധിച്ചിട്ടില്ല. ഒരുപക്ഷെ പശ്ചിമേഷ്യയിലെ യുദ്ധം നിർത്താൻ സാധിച്ചിട്ടില്ല. പക്ഷെ 4 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മളോട് ഏറ്റുമുട്ടാൻ വന്ന, നമ്മളെ തീർക്കി കളയുമെന്ന് പറഞ്ഞു വന്നവൻ 4 ദിവസം കഴിഞ്ഞപ്പോൾ കരഞ്ഞു വിളിച്ച് തൊഴുതു വിളിച്ച് നമ്മളടുത്ത് വന്ന് യുദ്ധം നിർത്തിപ്പോയ ഒരു സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതായത് നമ്മൾ പറഞ്ഞു വരുന്നത്, ഈ പറയുന്ന ബംഗ്ലാദേശും യൂനസും അവന്റെ ആൾക്കാരും ഉപദേഷ്ടാവരും ഒക്കെ എവിടെ പോയി വിളിച്ചെന്ന് അറിയത്തില്ല. മാളത്തിലുണ്ടോ, ഇനി ബംഗ്ലാദേശ് ഉണ്ടോ എന്ന് പോലും ഇപ്പൊ സംശയമാണ്. യെസ്, അതാണ്. എന്തായാലും പാകിസ്ഥാനൊപ്പം നിന്ന് ഇന്ത്യയെ തകർക്കാം എന്ന് കരുതിയ ബംഗ്ലാദേശിന് പാടെ തെറ്റി എന്നാണ്. ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായ നീക്കങ്ങളിൽ ബംഗ്ലാദേശും ഭയന്നിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. ഇന്ത്യയുടെ തെക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ തീർക്കുമെന്ന് പറഞ്ഞവരെയൊന്നും നിലവിൽ കാണാനില്ല എന്നതാണ് യാഥാർത്ഥ്യം. താങ്ക് യു പ്രശാന്ത് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.